ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു നെയ്ച്ചോറ് ഉണ്ടാക്കിയാലോ, അതും കുക്കറിൽ ഈസി ആയിട്ട്. ആദ്യം നമുക്ക് കുക്കർ വെച്ച് കൊടുക്കാം. അതിലേക്ക് കുക്കർ ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് സവാള ഇട്ട് നല്ലോണം ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരേക്കും മൂപ്പിച്ചെടുക്കാം. ഇത് നമുക്ക് ഫൈനൽ ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള സവാളയാണ്. സവാള ഗോൾഡൻ ബ്രൗൺ ആയി അത് കോരി മാറ്റിയതിന് ശേഷം അതിലേക്ക് വീണ്ടും കുറച്ച് നെയ്യ് കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ബേ ലീഫ്, ഗ്രാമ്പൂ, പട്ട, കുറച്ച് പെരുംജീരകം എന്നിവ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് സവാളയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സവാളയുടെ കളറൊന്ന് മാറി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ കഴുകി അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. 2 ഗ്ലാസ് അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അരി നെയ്യിലിട്ട് നല്ല വൃത്തിയായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അരി നല്ലപോലെ ഫ്രൈ ആയി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നേരത്തെ വെള്ളം ഞാൻ അളന്ന് വെച്ചിരുന്നതാണ്. അത് നല്ലപോലെ ഒന്ന് മിക്സാക്കിയ ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സായ ശേഷം കുക്കർ അടച്ച് വെച്ച് അവരവരുടെ കുക്കറിൻ്റെ രീതിക്കനുസരിച്ച് വിസിൽ വരുത്താം. ഞാനിവിടെ 2 വിസിലാണ് വരുത്തിയിരിക്കുന്നത്. അപ്പോഴേക്കും എനിക്ക് ശരിയായിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മുന്തിരിയോ അണ്ടിപ്പരിപ്പോ എന്ത് വേണേലും മൂപ്പിച്ച് ചേർക്കാം. ഞാൻ മുന്തിരി മാത്രമേ എൻ്റെ കയ്യിലുള്ളായിരുന്നു, അതുകൊണ്ട് അത് മാത്രമാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നെയ്ച്ചോറിൻ്റെ കൂടെ നമുക്ക് ചിക്കനും മുട്ടയും അച്ചാറും പപ്പടവും ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കരുതേ. പുതിയ വീഡിയോസുമായിട്ട് എത്തുന്നവരേക്കും ടാറ്റ, ബൈ ബൈ.